നമ്മൾ ഒന്നും അരയ്ക്കാതെ എല്ലാം അരിഞ്ഞിട്ടിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമ്മൾ സബോള വഴറ്റിയെടുക്കുകയാണ്. സബോള ഒരു വിധം വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ചെറുതായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നല്ലോണം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1.5 സ്പൂണാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, എൻ്റെ അളവിൽ 1 സ്പൂണ് മതി ഉപ്പ്. പിന്നെ മസാലപ്പൊടി, ഗരം മസാല പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1.5 സ്പൂൺ ഗരം മസാല പൗഡർ, ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇതെല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം മൂത്ത് പാകമായതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുക. ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി യോജിച്ച് വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. നമ്മളിത് കറി എടുക്കുന്ന സമയത്ത് ഒരു തരി പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം അതിൽ ഗ്രേവി തന്നെ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടെ വയ്ക്കാം. നമ്മുടെ ചിക്കൻ അങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.